ഒരു പിടിയും കോഴിയും റെസിപ്പി കണ്ടാലോ? ഇന്ന് അമ്മാളുമാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കിച്ചണിൽ. ആദ്യം ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. ആ വെള്ളത്തിലേക്ക് ഉപ്പും ഇടണം, കുറച്ച് തേങ്ങയും ഇടണം. ഇതോടൊപ്പം ചെറിയ ജീരകം കൂടി നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് നല്ലോണം ഞെരടിയിട്ട് അതും ഇടണം. പക്ഷെ ഞാനതിപ്പോൾ ഇടാൻ മറന്നുപോയി. ഞാൻ പിന്നെ മാവിട്ടതിന് ശേഷമാണ് ഇട്ടത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് അടച്ച് വെച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അമ്മാളും എന്നെ ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇളക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് തിളച്ച് വന്നു. അതിലേക്ക് നമ്മൾ മാവാണ് ഇടുന്നത്, പൊടി, അതായത് ഇടിയപ്പത്തിൻ്റെ പൊടി, അപ്പപ്പൊടി, അതിലേതെങ്കിലും. ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഞാൻ ഈ ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഇപ്പോഴാണ് എന്നിട്ട് ജീരകം മറന്നു പോയത് ഓർത്തിട്ട് ഇട്ടത്. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് ചെറിയ ചൂടോടെ കൂടെ തന്നെ നല്ലോണം കുഴച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ തന്നെ ഞാൻ തേങ്ങാപ്പാലും എടുക്കുന്നുണ്ട്. ഒരു തേങ്ങയുടെ പാല്, അരമുറി തേങ്ങയുടെയാണ് ഞാൻ എടുത്തത്. ഒന്നാം പാല് രണ്ടാം പാലൊന്നുമില്ല, ഒന്നിച്ചാണ് എടുത്തത്. പിന്നെ മാവ് കുഴച്ചിട്ട് ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തത്. സാധാരണ ബോൾസാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഞാൻ വേറൊരു ചാനലിൽ ഇതാണ് കണ്ടത്. പിന്നെ ഞാൻ കഴിച്ചിട്ടുമുണ്ട് ഒരു ഹോട്ടലിൽ നിന്ന് ഇതേ ഷേപ്പിൽ. അപ്പോൾ ആ കുഴിയുടെ അകത്തേക്കൊക്കെ നല്ലോണം മസാല കയറിയിരിക്കും. അപ്പോൾ അത് ഫുൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം ആവി കയറ്റിയെടുക്കണം. അങ്ങനെ എല്ലാം നമ്മൾ ആവി കയറ്റിയെടുക്കുന്നതോടൊപ്പം തന്നെ ഈ തേങ്ങാപ്പാലിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊരു വശത്ത് പാനിൽ വെക്കണം. ആവിയെല്ലാം പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാലിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിടി അങ്ങനെ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ലാസ്റ്റിൽ കിട്ടുന്ന വരെ നമ്മളിതിങ്ങനെ കുറുക്കിയെടുക്കണം. അടച്ച് വെക്കണമെന്നില്ല, ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്ന വരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം. ലാസ്റ്റ് ഈ ഒരു ഇതിലാണ് നമ്മളിത് നിർത്തുന്നത്. ഇത് ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും കുറുകും. അതിനുശേഷം നല്ല ചിക്കൻ കറിയും കൂട്ടി കഴിക്കാം.